ലാ തഖുദുഹു സിനത്തും വലാ നൗം ആയത്തുൽ കുർസിയിൽ പറഞ്ഞു. അല്ലാഹു തആലാക്ക് തൂക്കിയോർക്കല്ല ഓർക്കൂല്ല. വലിയ അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. പക്ക വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ ഖുർആനിൽ അതൊക്കെ വലിയനെയും കൂട്ടി മനസ്സിലാക്കണം. ഉറക്കമല്ല മയക്കമല്ല, ഇനി എന്താടോ ബാക്കി? നീ എന്താടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത്? ഇവർക്ക് ചാർത്തി കൊടുക്കാൻ ബാക്കി എന്താണ്? താനിച്ച കുഫറിന്റെയും ഷിർക്കിന്റെയും വർത്തമാനങ്ങൾ. ഇങ്ങനെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു. റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് അവനെക്കുറിച്ച്, അവന്റെ വചനങ്ങളെ കുറിച്ച്. ലോകത്തുള്ള മരങ്ങൾ മുഴുവനും വൃക്ഷങ്ങൾ മുഴുവനും പേനയായാലും, അതുപോലെ തന്നെ ഇവിടെയുള്ള സമുദ്രങ്ങളിലെ മഷികളും സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും മഷിയായാലും എഴുതി തീരൂല. അതേ കാര്യം ഇനി മടവൂരിന്റെ മഹത്വം പറഞ്ഞാ തീരൂലാന്ന് അക്കാര്യം തന്നെ ഇയാൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഈ ജാതി ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ റബ്ബെത്ര പരിശുദ്ധനാ. കേട്ടോളൂ, ആ സഖാഫിയുടെ ഇനി മറ്റൊരു സഖാഫിയുടെ വർത്തമാനം കേട്ടോ. കുറച്ച് പ്രായമുള്ള സഖാഫിയാണ്. അയാളും വളരെ ഉന്നതനായ സഖാഫിയാണ്. അയാളുടെ തൊള്ള കൊണ്ടാണ് ഈ കാര്യം അയാൾ പറയുന്നത്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല, അവിടുത്തെ വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫീരീജുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവര് ഓവുസിന്റെ മക്കാമ് പറയുന്നുണ്ട്. ഓവുസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടെ താന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് സുബ്ഹാനല്ലാഹ്? എന്ത് സുബ്ഹാനല്ലാഹയുടെ നിങ്ങൾ പറയുന്നത്? അള്ളാഹിനെ പറ്റി പച്ച പൊള്ളു പറയാ. സുബ്ഹാനല്ലാഹയുടെ അർത്ഥം പോലും തിരിയില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവെ നിന്നെക്കുറിച്ച് എന്തൊക്കെ അരുതാത്തത് ലോകത്ത് പിഴച്ചവർ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവേ നീ പരിശുദ്ധനാണ് എന്നാ സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്നിട്ട് തനിച്ച നുണ പറഞ്ഞിട്ട് ഇയാളും അവസാനം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ഇപ്പോൾ പുത്തമ്പള്ളിക്കൽക്ക് കിടക്കുന്നിടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിച്ചിട്ടില്ലേ? ഭയങ്കര കോയപ്പാപ്പാടെ ജാറത്തിന്റെ മേലെ മൂടി പുതച്ചിട്ടുള്ള ആയിമ്മലും ഉണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന്. അതൊക്കെ മാതിരിയല്ലാത്തൊരു വർത്താനം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സഹോദരങ്ങളെ, ഈ വിധത്തിലാണ് ഇവർ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. എത്ര കഷ്ടമാണ് പ്രിയമുള്ളവരെ. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂ, ഇത് നിങ്ങൾ ഒഴിവാക്കൂ ജനങ്ങളെ. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്. നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടില്ല. ഈ വിശ്വാസമൊക്കെ വെച്ച് നിങ്ങൾ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എന്ത് തൗഹീദാ ലോകത്തിന് മുമ്പിൽ പറയുന്നത്? എത്രത്തോളം കടുത്ത ശിർക്കാ നിങ്ങൾ പറയുന്നത്?